സലാല പറഞ്ഞ ഒരു ഒന്നൊന്നര സ്ഥലമല്ലേ ഞങ്ങള്, നല്ല മഴയും തണുപ്പും. അസ്സലാമു അലൈക്കും പ്രിയമുള്ളവരെ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് സലാലയിലെ ഒരു സലാല വ്ളോഗറുണ്ട്, അതായത് പച്ചയായൊരു മനുഷ്യൻ, അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പോൾ മണി സലാല നാടൻ വ്ളോഗർ എന്ന പുള്ളി എന്ന പേരിലാണ് പുള്ളി അറിയപ്പെടുന്നത്. എന്തായാലും ഇവിടെ സലാലയിലേക്ക് അധ്വാനിച്ച്, നമ്മുടെ നാട്ടിലെ മാതിരി സലാലയിൽ അധ്വാനിച്ച് സലാലയിൽ സന്തോഷം കണ്ടെത്തുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ നമ്മൾ ദുബൈയിൽ വന്നപ്പോൾ നമ്മൾ എന്നും ഫേസ്ബുക്ക് നോക്കിയാലും ഇൻസ്റ്റ നോക്കിയാലും സലാലയുടെ ഏത് വീഡിയോയിലും മണിയേട്ടൻ നിറഞ്ഞു നിൽക്കുകയാണ്. ഇത് സലാലത്തെ ഇളനീരാണ് കേട്ടോ. നമ്മളെ സലാലയിൽ ദുബായിൽ നിന്ന് 3-4 ടീം വന്നിട്ടുണ്ട്. അവർക്ക് ഇളനീ വെട്ടി കൊടുക്കാൻ, സലാലത്തെ ഇളനീ വെട്ടി കൊടുക്കാൻ പൈപ്പ് ഉണ്ട് ഇവിടെ. അതല്ല, നിങ്ങളെ പേര് പറഞ്ഞില്ല. ഏതു എവിടെ നാട്ടിലെവിടെയാണ്? തിരുവനന്തപുരത്തുള്ള ഏതുവാണ് കേട്ടോ. നല്ല അത്യാവശ്യം നല്ല കയമ്പുള്ള ഇറങ്ങിയത് അല്ലേ, നല്ല കയമ്പ്, നല്ല മധുരം ഉണ്ടാവും. ഒരു പൈപ്പ് കൊടുക്കി കാക്ക, പൈപ്പ് കാക്കന്റെ പേര് പറഞ്ഞില്ല. എൻ്റെ പേര് അഷ്റഫ്. അഷ്റഫ് നാട്ടിലെവിടെ? നാട്ടിൽ തൃശ്ശൂരാണ് കേട്ടാ. തൃശ്ശൂരല്ലേ? ശരി, തൃശ്ശൂരിന് സലാല അറിഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വന്നു നോക്കും, പക്ഷെ നമ്മളെ കാണൂലേ. നമ്മള് തെങ്ങിന്റെ മേലല്ലേ നമ്മളെവിടെ കാണുന്നത്. ഇപ്പൊ ഏതായാലും കണ്ടുമുട്ടി നമുക്ക്. നല്ല അടിപൊളി സാധനം കിട്ടിക്കിട്ടോ എനിക്ക്. ഞാൻ കാണിച്ചു നിങ്ങൾക്ക് പൈപ്പ് വേണം. പൈപ്പ് ഇത് നാടനാണ്. പൈപ്പ് കൊണ്ട് കുടിക്കുമ്പോൾ ഈ സോങ് കിട്ടില്ല. ഭാഗ്യം ചെയ്ത മനുഷ്യനാ. കാരണം എന്താണെന്ന് അറിയോ, എല്ലാവരും പ്രവാസികളായി കഴിഞ്ഞാൽ നാട് മിസ് ചെയ്യാറുണ്ട്. പക്ഷെ മണിയേട്ടൻ നാട് മിസ് ചെയ്യില്ലല്ലോ. ഈ ഇതല്ലേ, ഈ തെങ്ങും ഈ പശുക്കളും ഈ ഫാമും ഈ തോട്ടങ്ങളും ഇതൊക്കെ ഇവിടെ ഉള്ളപ്പോൾ എങ്ങനെ വരും നാട് മിസ് ചെയ്യാല്ലേ. പക്ഷെ നമ്മളിവിടുത്തെ മണ്ണ് കാണുമ്പോൾ മണിയേട്ടാ നമ്മുടെ നാട്ടിലെ മാതിരത്തെ മണ്ണല്ല. പക്ഷെ എന്താ മലന്റെ മേലിൽ നിന്ന് കുറച്ച് മണ്ണ് കൊണ്ടുവരാണ്ട്, മലന്റെ മേലിൽ നിന്ന് ജബൽ മണ്ണ് കൊണ്ടുവരാണ്ട്. അതുകൊണ്ട് കൊണ്ടു കഴിഞ്ഞാൽ അടിഭാഗം നമ്മൾ വാഴ വെക്കുന്നോടത്ത് കുറച്ചാണ്ട് മാന്തിയിട്ട് ഒരു അർബാനായി തട്ടിയിട്ട് നമ്മുടെ നാട്ടിൽ തെങ്ങിന് തെങ്ങ് തട തുറക്കുന്ന മരത്തിനെ തുറന്നിട്ട് ഇതാണ്ട് വെച്ച് കഴിഞ്ഞാൽ അതിലാണ്ട് വരും. അത് ശരി. എന്താ വെള്ളം മെയിനായിട്ട് വെള്ളമാണ് സലാലയില്. വെള്ളമായിട്ട് അടിച്ചിട്ടുണ്ടെങ്കില്ല തെങ്ങ് തന്നെ പൊന്തി വരും. എത്ര പോരെ സാധനങ്ങള് പണിയെടുക്കാൻ റെഡിയാണോ? ഓ, ഇതുമാതിരി കീടനാശിനികളും വളമൊന്നും അടിക്കാത്ത അടിപൊളി പച്ചക്കറിയും കഴിക്കാൻ പറ്റും. അതന്നെ ഏറ്റവും വലിയ സമ്മാനം അല്ലല്ല. ഇപ്പൊ ഈ കരിക്ക് നല്ല മധുരമുള്ള കരിക്ക്. ഇതിന്റെ ഉള്ളില് നല്ല അടിപൊളി പൈക്കളുണ്ട്. ഓക്കെ, നാട്ടിലത്തെ മാരിച്ച ഇവിടെ പൈക്കൊക്കെ ഫാൻ ഇട്ടിക്കാണ്. ഫാൻ ഇട്ട് കൊടുക്കുക. ഫാൻ ഇങ്ങനെ കറങ്ങല്ലേ, വലിയ ഫാന്. ചെറിയ കൊതു കടിക്കാനും സംഭവിച്ചില്ല അറബികള്.